മലയാള സിനിമയിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഈ ഒരു സൂപ്പർ ഹീറോ ജോണറിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ ഏറ്റവും പുതിയ അഡീഷനാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ. വേറെ ലെവൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ ഹീറോ ജോണർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ചെയ്യാൻ വളരെ പാടായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ സിനിമ അതിന്റെ മേക്കിംഗ് കൊണ്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ സിനിമയുടെ ടീസർ ഇറങ്ങുന്നവരെ ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ഒരു ഹൈപ്പോ അങ്ങനെ വലിയ എക്സ്പെക്ടേഷനോ ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷെ ഈ ടീസർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. കാരണം അത്ര ക്വാളിറ്റി ആയിരുന്നു ആ ടീസറിൽ പോലും. പിന്നെ ഓരോ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് അങ്ങനെ തിയേറ്ററിൽ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ എനിക്ക് കാണാൻ പറ്റി. എന്തായാലും ആ ഹൈപ്പിന് വേർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഈ സിനിമയിൽ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട ഇതിന്റെ മേക്കിംഗ് തന്നെയാണ്. കാണുമ്പോൾ ഭയങ്കര ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസോ ഈ ഗ്രീൻ സ്ക്രീനിൽ വെട്ടി ഒട്ടിച്ചതുപോലെയോ അങ്ങനെ ഒന്നും തോന്നൂല. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ആ സൂപ്പർ ഹീറോ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും എല്ലാം കാണാൻ നല്ല ഒരു വൃത്തി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇത് പോസിബിൾ അല്ലെങ്കിൽ ആ ഒരു ലോജിക്കിൽ ഇത് പോസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. രണ്ടാമത് പറയുമ്പോൾ ഇതിന്റെ സ്റ്റോറിയിലെ ഇവര് നമ്മുടെ മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെയും ഈ ഒരു മോഡേൺ ട്വിസ്റ്റ് കൊടുത്തിട്ട് കാണിച്ചിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അത് അടിപൊളിയായിരുന്നു. അതൊരു അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറാണ്. പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. നമ്മൾ ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് അവരത് കാണിച്ചിരിക്കുന്നത്. തന്നെ ഇതിന്റെ വേൾഡ് ബിൽഡിങ്ങിന്റെ കാര്യം എടുത്തു തന്നെ പറയണം. ഒരു ചെറിയ ജോൺ വിക് ടച്ച് എവിടെയൊക്കെ തോന്നും, കാരണം അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് വളരെ നൈസ് ആയിട്ടുണ്ട്. കാരണം ഇനിയുള്ള മൂവി കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആകാംക്ഷ തരുന്നുണ്ട്, നമ്മളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. ഇനി ഒരു അനൗൺസ്മെന്റ് പറയുകയാണെങ്കിൽ അതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി ആയിരിക്കും, ഇപ്പോഴുള്ളത് പോലെ ഒന്നും ആയിരിക്കില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഇതിന്റെ മ്യൂസിക്, സൗണ്ട് ട്രാക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു രക്ഷയില്ല. ജെയ്ക്സ് ബിജോയ് വന്ന് തകർത്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ ജെയ്ക്സ് ബിജോയ് ആണെന്ന് അറിഞ്ഞില്ല, ടൈറ്റിൽ കാർഡിൽ കണ്ടപ്പോഴത്തേക്കാണ് ജെയ്ക്സ് ബിജോയ് എന്ന് മനസ്സിലായത്. പക്ഷെ ഒരു രക്ഷയില്ല, രോമാഞ്ചം വരും. ചില സീക്വൻസ്, ആ ഫൈറ്റ് സീക്വൻസും ഇന്റർവൽ ബ്ലോക്കിനടുത്തൊക്കെ അടിപൊളി സംഭവമാണ് ഇട്ടിരിക്കുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ കല്യാണി പ്രിയദർശന്റെ പേര് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ ഒരു മിസ്റ്റിക് ഓറ, ആ ഒരു ഡാർക്ക് ഓറ ഇങ്ങനെ ഫുള്ളി കീപ്പ് ചെയ്ത് സ്ക്രീൻ പ്രസൻസും ഫൈറ്റിന് മുന്നേ ഉള്ള ആ ഒരു ചേഞ്ചും കാര്യങ്ങളും എല്ലാം വൻ ആയിട്ട് തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സാൻഡി, ലിയോയിലെ വില്ലൻ, ആ കോഫി ഷോപ്പ് ഫൈറ്റിലുള്ള വില്ലൻ. പുള്ളി ഇതില് ഫുൾ ടൈം ലോങ് വില്ലൻ ആയിരുന്നു. അതിൽ അന്ന് ലിയോയിൽ കാണിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് തന്നെ പറയാം. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ചേഞ്ചും കാര്യങ്ങളും എല്ലാം, ആ ഒരു ബോഡി ലാംഗ്വേജ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു എന്താ പറയാ, ആ ഒരു ചൊറി ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു. ഒരു പവർഫുൾ വില്ലൻ ഉണ്ടെങ്കിൽ ആ ഇങ്ങനത്തെ സിനിമയൊക്കെ നമുക്ക് എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആ ലെവലിൽ പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. പിന്നെ നസ്ലൻ ആസ് ഓൾവേസ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ള റോൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സിമിലർ ക്യാരക്ടേഴ്സ് ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റെപ്പിറ്റേഷൻ എന്നല്ലെങ്കിൽ പുള്ളിയുടെ കംഫർട്ട് സോണിലുള്ള സെയിം ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ചെറിയ കോമിക് ആയിട്ടുള്ളതും ഒരു യങ് സ്പോയിൽഡ് ബ്രാറ്റ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള, പക്ഷെ നല്ല ഫൺ ആയിട്ടുള്ള ഒരു കോമിക് റിലീഫും പിന്നെ അതേസമയം സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആവുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ നമ്മളിത് കണ്ടു മറന്നതാണ്. ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പെർഫോമൻസ് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അത് വന്നില്ല. ബട്ട് സ്റ്റിൽ എന്റർടൈനിങ് ആയിരുന്നു, കൊള്ളാമായിരുന്നു, അടിപൊളി. ദെൻ ചന്തു സലീം കുമാറിന്റെ കാര്യം എടുത്തു പറഞ്ഞേ പറ്റൂ. പുള്ളി ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരാളായിരുന്നു. ബട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോമിക് ടൈമിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ചില പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഉണ്ട്, എനിക്ക് പഴയ OG സലീം കുമാറിന്റെ എക്സ്പ്രഷൻസ് ആയിട്ടൊക്കെ ഓർമ്മ വന്നു. സൂപ്പർ ആയിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. ദെൻ എല്ലാവരും പ്രതീക്ഷ പോലെ കുറെ ക്യാമിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോ ചിലത് കുറച്ച് എക്സ്റ്റൻഡഡ് ക്യാമിയോ ഉണ്ടായിരുന്നു, ചില ജസ്റ്റ് സ്ക്രീനിൽ വന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. കാരണം അതിനി അടുത്തുള്ള സിനിമകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ഇട്ടിട്ടുണ്ട് ക്യാരക്ടേഴ്സിനെ. അപ്പൊ ജസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ചില ക്യാമിയോസ് വളരെ വർക്കൗട്ടായി, തിയേറ്ററിൽ നല്ല കയ്യടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആ ഒരു എന്താ പറയാ തിയേറ്റർ ലൈവ് ആയിരുന്നു അങ്ങനെയൊക്കെ ക്യാമിയോസും കാര്യങ്ങളും വന്നപ്പോൾ. സ്പെഷ്യൽ താങ്ക്സ് ടു ഡൊമിനിക് അരുൺ ഫോർ മേക്കിംഗ് സച്ച് എ വണ്ടർഫുൾ മൂവി. ഞാൻ മലയാളത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മൾ ഈ മാർവൽ മൂവീസ്, DC മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മലയാളത്തിലും വേണമല്ലോ, ഒരു മിന്നൽ മുരളി കിട്ടി. പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊന്നും പോയില്ല. സോ ഇതൊരു നല്ല തുടക്കമാണ്. ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത് വരുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്.